നമസ്കാരം. ഇന്ന് നമുക്ക് നാഡീപരിശോധന എങ്ങനെയാണ് എന്ന് ഒന്ന് ചിന്തിക്കാം. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 വിധത്തിലുള്ള പരിശോധനകളാണ് ആയുർവേദത്തിലുള്ളതെങ്കിലും നാഡീപരിശോധന നാം നടത്തുന്നത് പ്രത്യേക രീതിയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശരീരത്തെ 5 സ്ഥാനങ്ങളിൽ നാഡീപരിശോധന നടത്തുമെങ്കിൽ പോലും ഏറ്റവും കൂടുതലായി ഏറ്റവും ആക്യുറേറ്റായി നമ്മൾ നാഡീപരിശോധന നടത്തുന്നത് കൈത്തണ്ടയുടെ താഴ്ഭാഗത്താണ്. അതായത് കൈത്തണ്ടയിലെ മണിക്കെട്ടിന് താഴെ റേഡിയൽ ആർട്ടറിയിലാണ് നാഡി പരിശോധിക്കുക. വൈദ്യൻ തൻ്റെ 3 വിരലുകൾ, അതായത് ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ എന്നിവ കൃത്യമായ 3 സ്ഥാനങ്ങളിൽ സൗമ്യമായിട്ട് അമർത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകളുണ്ട്, അല്ലെങ്കിൽ സിഗ്നലുകളെന്ന് നമുക്ക് പറയാം. അത് വിലയിരുത്തിയാണ് ഈ പരിശോധന നടത്തുന്നത്. ഇത് യഥാക്രമത്തിൽ വാതവും പിത്തവും കഫവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥാനങ്ങളിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾ രക്തക്കുഴലിൻ്റെ സങ്കോച വികാസങ്ങൾ, വിശ്രമങ്ങൾ എന്നിവയോടൊപ്പം രക്തധമനികളിലെ രക്തപ്രവാഹത്തിൻ്റെ വ്യത്യാസത്തിലെ മാറ്റങ്ങളും ഫലവും കൂടി വിലയിരുത്തിയാണ് നാം നാഡിയുടെ സ്പന്ദനത്തെയും രോഗത്തെയും മനസ്സിലാക്കുക. അപ്പോൾ വൈദ്യന്മാർ അവരുടെ അനുഭവവും അവരുടെ പ്രാവീണ്യവും രോഗിയുടെ കൈത്തണ്ടയിലെ നാഡീചലനങ്ങളുടെ വ്യത്യാസവും കൊണ്ട് വിലയിരുത്തിയാണ് ഇതിനെ ഏത് രോഗാവസ്ഥയിലേക്ക് അവർ ആയിരിക്കുന്നത് എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ